അവേ എന്താ ഡാൻസ് കളിക്ക് എണിച്ച് വന്നിട്ട് പുറത്തിരുന്ന് ഉറങ്ങുന്ന ആളെ. ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസമായത് ഇന്നത്തെ ഒരു ഡേ ഇനുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ചിങ്ങടും വായിച്ച് ഉറക്കമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉറങ്ങിയുള്ളൂ, കുറച്ച് നേരം ആയിട്ടുള്ളൂ. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ചിങ്ങടും എണിച്ചിട്ട് കുറേ നേരം കളിച്ചൊക്കെ ഇരുന്ന് പിന്നെയും ഫീഡ് ചെയ്തിട്ട് പിന്നെ ഇപ്പം എല്ലാം ഉറങ്ങിയുള്ളൂ. ഞാൻ ഫസ്റ്റ് കാണിച്ചുതരാം. വായിച്ച് ചിങ്ങടും രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. അമ്മ എണീറ്റിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചിങ്ങടും നല്ല ഉറക്കത്തിലാണ് ഗൈസ്. അതുപോലെ തന്നെ വായിച്ച് ഇവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഗൈസ്. ഇത് അമ്മക്ക് വീഡിയോ എടുക്കണമെന്ന് അറിയില്ല. അമ്മ ചോറിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ചോറിപ്പോൾ അടുപ്പിലാണ് വയ്ക്കുന്നത്, ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട്. അമ്മ ഇപ്പം എണീച്ച് 7 മണിക്ക് ചിങ്ങട് എണീച്ചപ്പോൾ അമ്മ എണീറ്റിട്ട് കുറേ നേരം കളിപ്പിച്ചിട്ട് പിന്നെ ചിങ്ങടിനെ ഉറക്കിയിട്ട് അമ്മ പണി ചെയ്യാൻ തുടങ്ങി. എന്താ അമ്മ കഴിച്ചോളേ. ആ അമ്മയ്ക്ക് വീഡിയോ ഒന്ന് ചെറിയ മടിയായിട്ട് അപ്പോൾ വാവച്ചിയും ചിങ്ങടും അവിടെ ഉറക്കത്തില്ല. അമ്മ അവിടെ ചോറിനുള്ള, അതായത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള, ഉച്ചയ്ക്കല്ല രാവിലെയും കഴിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിങ്ങടും വാവച്ചി എന്തായാലും കുറച്ച് നേരം കൂടി ഉറങ്ങണം, കാരണം ഇപ്പോൾ ഉറങ്ങിയല്ലേ ഉള്ളൂ, ഇനി വെറുതെ ഇപ്പോൾ തെളിയിപ്പിക്കണമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും വാവച്ചിയും ചിങ്ങടും ഒന്ന് എണീക്കട്ടെ കേട്ടോ. ഗൈസ് അമ്മ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ട് വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി വാവച്ചി എണീറ്റിട്ട് ഞാനും വാവച്ചിക്കൊണ്ട് കഴിക്കണം. അപ്പം അമ്മ ഇപ്പോൾ കഴിച്ചതിന് ചിങ്ങടും ഇടയിൽ എണീറ്റാലും അമ്മയ്ക്ക് അടുത്ത് തന്നെ എനിക്കും വാവച്ചിക്കും കഴിക്കാമല്ലോ. അപ്പോൾ അമ്മയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് നേരം കിടന്നു. ഇപ്പോൾ സമയം 10:30 ആയിട്ടാണ്. വാവച്ചി ഇതുവരെയായിട്ട് എണിച്ചില്ല, ചിങ്ങടും കഴിഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും വാവച്ചിന് പോയിട്ട് എണീപ്പിക്കണ്ട, കാരണം ഞാൻ ഫുഡൊക്കെ കഴിക്കണ്ടേ. അതിനെ വന്നതുപോലെ തന്നെ ചിങ്ങടും ഉറക്കം, വാവച്ചി നല്ല ഉറക്കം. അവേ അവേ ഇവിടെ ഇതെന്തത് രാഘവാ? എന്താ ഡാൻസ് കളിക്ക്? വീഡിയോ ഒന്നും കണ്ടില്ല. സമയം എത്ര അറിയോ? 12 മണി. ഉറക്കത്തില് എനിക്ക് രാത്രി ഒന്നും ഉറക്കില്ല കേസ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വൈകി എനിക്ക് കേട്ടാ. കുഴപ്പമില്ല, പണിക്ക് അതിന് ഉച്ചയായില്ലേ, പിന്നെ ഒന്ന് ഉച്ചക്കത്തെ ഫുഡാക്കിയിട്ട് വിചാരിച്ച് കഴിക്കും. എനിക്ക് ഇരുന്ന് ഉറങ്ങാൻ അടുത്ത പരിപാടി അതില്ലേ. മറ്റേ രാത്രി ചിങ്ങടു ഉറങ്ങാത്തത് കൊണ്ട് ഇപ്പോൾ വാവിച്ച് കുറച്ച് നേരം കിടന്നാലും ഇടയിലിടയിൽ എനിക്ക് ഫീഡ് ചെയ്യേണ്ട ഒരു ഇതുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണതും ഇടയ്ക്കിടയ്ക്ക് എണിച്ചിട്ട് പിന്നെ കിടന്ന് അതായത് ഉറങ്ങണതും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മപ്പായിരിക്കും. ഇപ്പോൾ ഒരു ഹോൺ അടി കേട്ടില്ല, ആ ഹോൺ അടിയിലാണ് സ്ഥിരമായിട്ട് ചിങ്ങടു എണിക്കാറ്. ചിങ്ങടുവിൻ്റെ എന്താ പറയുക, ചിങ്ങടുവിനെ തെളിയിപ്പിക്കാനുള്ളൊരു ഹോണാണത്. അതെ, കണ്ണ് തുറക്ക്. കഴിച്ചിട്ട് കിടന്നപ്പാ എണിച്ച് വന്നിട്ട് പുറത്തിരുന്ന് ഉറങ്ങുന്ന ആളെ. അവിടെ നിന്ന് എണിച്ചിരുന്ന് അവിടെ കട്ടിൽ കുറേ ഇരുന്ന് ഉറങ്ങി. ഇനി അവിടെ നിന്ന് എണിപ്പിട്ട് ഇവിടെ പുറത്ത് കൊണ്ടുവന്നാണ് പല്ലിയാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന് സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു. സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ഇരിക്കട്ടോ കുറച്ച് നേരം, പക്ഷെ ഇവിടെ ഇരുന്ന് ഉറങ്ങായിരുന്നു. വീഡിയോ എടുത്തപ്പോൾ തെളിഞ്ഞതാണ്. പിന്നെ അമ്മ അവിടെ ചോറിൻ്റെ പരിപാടിയും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഇതിൻ്റെയൊക്കെ സെറ്റപ്പിലാണ്. അമ്മ അതേ സെയിമാണ് കേട്ടാ അമ്മ. പക്ഷേ എന്താ പറയുക, അമ്മ അങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് അതുപോലെ തന്നെ ഉറക്കത്തിന് പ്രശ്നമുണ്ട്. അതേ പല്ലേക്ക് എന്തായാലും 12 മണി ആയില്ലേ. 12 മണിയൊന്നും ആയിട്ടില്ല ഡേയ്സ്, 10:30 ആയിട്ടുള്ളൂ. ഞാൻ ആവശ്യത്തിന് തെളിയിപ്പിക്കാൻ വേണ്ടി എന്നും പറയുന്ന അടവാണ്. ചിലപ്പോൾ 9 മണി ആയിട്ടേ ഉള്ളൂ, അത് 10:30 പറയും അല്ലേ. എനിക്കും അതെ പല്ലേക്ക്. അപ്പോൾ ആവശ്യത്തിനെ കൊണ്ട് പല്ലൊക്കെ തേപ്പിച്ചു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം പല്ല് തേക്കൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് പിന്നെയാണ് പല്ല് തേച്ചാലും അതെ പല്ലൊക്കെ തേച്ച്. ഇപ്പോൾ 11 മണി കേട്ടാ. 11 മണിക്കാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ നേരത്തെ കഴിക്കും, പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ചിങ്ങടിൻ്റെ ഒരു ഇതായതുകൊണ്ട് രാത്രി ഉറപ്പില്ലാത്തതുകൊണ്ട് വായിച്ച് എനിക്കാൻ കഴിയും. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ ഒപ്പം കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ചൊപ്പം കഴിക്കുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഫുഡ് കേട്ടാ. ഇഡ്ഡലിയാണ്,
അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അതായത് ആഫ്റ്റർ ഡെലിവറി എങ്ങനെയാണ് ഫുഡിൻ്റെ ഇത് ചേഞ്ച് ആയതെന്നൊക്കെ അറിയില്ലല്ലോ. അപ്പോൾ അതെന്തായാലും ഫുഡിൻ്റെ ടിപ്സ് എന്തായാലും വേറെ ദിവസം എടുക്കാം. അപ്പോൾ ഗൈസ് ചിങ്ങടി ഇപ്പോഴും എണിച്ചിട്ട് ഉറക്കത്തിൻ്റെ ഞങ്ങളാണ് തന്നെ ഇവിടെ നിന്നില്ലേ രാത്രി ഉറക്കില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒതുങ്ങിയ ആളിരുന്നോളൂ. അപ്പോൾ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ചിങ്ങടിന് പാല് കിട്ടാതാകുമ്പോൾ ചിങ്ങട് കുറച്ച് വയലൻ്റ് ആവും. ഇപ്പം നല്ല ഉറക്കും. ഞങ്ങൾ ഇവിടെ നിന്നില്ല, ഡോറ് കുറച്ച് ഗ്യാപ്പ് ആക്കിയിട്ട് ഇവിടെ നിന്ന് നോക്കി ചിങ്ങട് കളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടാൻ വേണ്ടിയിട്ടില്ല. എണിച്ചേന് എന്തായാലും പാലിനായിരിക്കും, എണിച്ചേൻ്റെ കരഞ്ഞിട്ട് എനിക്കുണ്ട് ഇപ്പോൾ ഈ സമയത്ത് കേട്ടോ. അപ്പോൾ കഴിച്ച് എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വാച്ചി കഴിച്ചോ? ഉറക്കമില്ലാത്തതുകൊണ്ട് വാച്ചിക്ക് കഴിക്കാനും കുഴപ്പമില്ല. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വാച്ചി രാവിലെ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വാച്ച് നേരം കഴിക്കുന്നേ ഇല്ല. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം വാച്ചിൻ്റെ ഒരു ഉറക്കമൊക്കെ ശരിയായതിനു ശേഷം പിന്നെ നേരെ കഴിക്കും. പക്ഷേ രാവിലത്തെ മാത്രം വാച്ച് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്, കാരണം ഉറക്കത്തിൻ്റെ ഒരു മൊത്തം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ഫുഡ് കഴിക്കട്ടെ. വാച്ച് കഴിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചയായിട്ടാണ്. വാവച്ചി ഇവിടെ കണ്ട ഫോണിൽ നോണ്ടിയിട്ട് ഇരിക്കുകയാണ്, ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാവച്ചി ചിങ്ങടും ഇടയിൽ എണിച്ചിട്ട് ഫീഡ് ചെയ്തിട്ട് അപ്പം തന്നെ ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലല്ലോ, പറ്റിയില്ല. അമ്മ പിന്നെ കാണിച്ചിട്ട് ഞാൻ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് അമ്മയും ഇവിടെ ഉറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ അമ്മയോട് ഉറങ്ങാണ്, ചിങ്ങടും ഉറങ്ങാണ്. ചിങ്ങടും എണീറ്റിട്ടില്ലല്ലോ, എണീറ്റ് കൊണ്ട് ഫീഡ് ചെയ്തിട്ട് അപ്പം തന്നെ ഉറങ്ങി. അവർക്ക് രാത്രിത്തെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം നോക്കണം. അപ്പോൾ എന്താണ് ഇനി കുറച്ച് നേരം കൂടി ഉറങ്ങി കഴിഞ്ഞിട്ട് എണീക്കും. അപ്പം ഞങ്ങൾ നേരെ കാണിച്ചത്. അപ്പോൾ കുറച്ച് ആക്റ്റീവ് ആയിട്ടിരിക്കില്ലേ. അപ്പോൾ ഗൈസ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എണിച്ചതിൻ്റെ പിന്നെ പറ്റില്ല. അപ്പോൾ വെറുതെ ഇരിക്കില്ല, വായിച്ചവിടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഞാനും വേറൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ചിങ്ങട് എണിച്ചിട്ട് എടുക്കാൻ വിചാരിച്ചിട്ട് ചിങ്ങട് കുറേ നേരം എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും പ്രാവശ്യം ഒന്ന് കാണിച്ചിട്ടോ, മെയിനായിട്ട് എടുത്തതിൽ അവൻ. അപ്പം എന്തായാലും ചിങ്ങട് എണിക്കുന്നുണ്ടാ ഗൈസ്. ഫൈനലി ചിങ്ങട് എണിച്ചു കേട്ടാ. ചിങ്ങട് അവൾക്ക് മനസ്സിലായി വീഡിയോ എടുക്കണമെങ്കിൽ മിണ്ടാണ്ടിരിക്കും. എത്ര നേരം കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടാ. വീഡിയോ എടുത്തപ്പോൾ മിണ്ടാതിരിക്കും. അവർക്ക് കഴിഞ്ഞു തോന്നണു. കൊറേ പ്രാവശ്യമായി എന്താണ് തെളിയാ പിന്നെ ഉറങ്ങുക, പിന്നെയും തെളിയാ ഉറങ്ങുക, എവിടെയോ നോക്കിട്ട് ചിരിക്കും. കുഞ്ഞിപ്പെണ്ണേ അതാ വിളിക്കണോ? കുഞ്ഞിപ്പെണ്ണേ എന്തേ ചോദിക്കും. സിംഗിട ഉറക്കം മതിയായ കുട്ടിക്ക്? ഉറക്കം മതിയായാ? ഇനി പ്ലേ ടൈമാണ്. ഇനി കഴിച്ച് ഒന്നാമത് ഇപ്പം നല്ല ചൂടുമല്ലേ, അപ്പോൾ ഉറങ്ങണമെന്നുണ്ട് ആൾക്ക്. ഉറക്കത്തിൽ തന്നെ ഇടയിൽ ഇങ്ങനെ കരഞ്ഞിട്ട് പിന്നെ ഉറങ്ങുക, കരഞ്ഞിട്ട് പിന്നെ ഉറങ്ങുക. ബേബിനെ പോലെയാണ് ഗൈസ്. ബേബിക്കും ചൂട് തീരെ പറ്റില്ല. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ ബേബി അങ്ങനെയല്ല. ബേബിക്ക് ചൂട് തീരെ പറ്റില്ല അല്ലേ ബേബി? അതേപോലെയാണ് ചിങ്ങടും. ചൂട് പറ്റില്ല അല്ലേ? ചൂട് പറ്റില്ല എന്ന് പറഞ്ഞാലേ. ചൂട് പറ്റില്ല അല്ലേ? ചൂടെടുത്ത കുട്ടിക്ക് ഉറങ്ങാൻ പറ്റിയില്ലേ വേർത്തിട്ട്? എന്നെ കണ്ടാ ഗൈസ് വായിലോട്ട് കൈ കൊണ്ടുപോകും. വായിച്ചിട്ട് കണ്ട മെല്ലെ കൈ എടുത്തിട്ട് വായിനുള്ളിലേക്ക് മെല്ലെ കൊണ്ടുപോകും. പിന്നെ അതുപോലെ ഇപ്പൊ കാറ്റ് നിന്നു. കാറ്റുള്ള സമയത്ത് നല്ല അടിപൊളിയായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറക്കം മതിയായില്ലേ? ഇവിടെ ഇങ്ങനെ ഇരുത്തിയല്ല, അവിടെ എന്തൊക്കെയോ ഇങ്ങനെ കർട്ടൻ നോക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കും ആള്. ഗൈസ് അമ്മ ഫുഡ് കഴിച്ചു കേട്ടോ. അമ്മ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അവിടെ അടുക്കളയിരുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ആദ്യമായിട്ട് പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ വായിച്ചു ഇങ്ങനെ എടുത്തിട്ട് വിളിച്ചിട്ട് അവൻ. ഇനി അമ്മ കഴിച്ച് ഇനി അമ്മൻ്റെ കുട്ടീനെ കൊടുത്തിട്ട് വേണം ഞങ്ങൾ കഴിക്കാനല്ലോ അവൻ. ഇല്ലേ? 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 ശരി മതി. കൂടുതലും ബേബിന്റെ അടുത്ത് അമ്മന്റെ അടുത്ത് മാത്രം സംസാരിക്കുള്ളൂ. എന്റെ അടുത്ത് മൂഡ് പോലെ ഇരിക്കും. പാല് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പ കൊഞ്ചണം. അപ്പ കൊഞ്ചി കുഴപ്പമില്ല. പാല് കൊടുത്തതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൊഞ്ചിയ അങ്ങനെ കൈ വായി വിളിക്കേണ്ടല്ലേ.
എന്താ വിളിയൊക്കെ കേൾക്കൂട്ടാ. അമ്മന്റെ കുഞ്ഞി പെണ്ണെടി ചിങ്കിടോ വാവിച്ച് വിളിച്ചല്ലേ ഇതുപോലെ ഇങ്ങനെ ഓ ഓ ഓ എന്നിട്ട് ഇങ്ങനെ പറയും. പക്ഷെ വാവിച്ചെടുത്തിരുന്ന നേരെ കൈ കൊണ്ടുപോകും. ഞാൻ എടുത്തിരുന്നു നോക്കണോ? ഇരുന്ന് നോക്കുക വാവിച്ച്. ഗൈസ് വാവിച്ചെടുത്തിരുന്നുട്ടാ. ഇപ്പൊ പാല് കുടിച്ചു കഴിഞ്ഞോണ്ട് വലിയ കുഴപ്പമില്ല. എന്താ ഇതുപോലെ പാല് കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ക്ഷമ ഉണ്ടാവില്ല വായിച്ചെടുത്തിരിക്കാന്. ഇഷ്ടപ്പെടാണ്ടല്ല. ഓ അങ്ങനെ എന്നെ അങ്ങോട്ട് ഇതാക്കണം വാശി. രാത്രി മൊത്തം ഉറക്കില്ല, രാവിലെ മൊത്തം ഉറങ്ങുക, അങ്ങനെയാണ്. എന്താണ് അമ്മൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാവേ. എന്നെ കണ്ടില്ലേ? സൗണ്ട് വെളിയിലില്ല. ചെക്കനെവിടാ? നമ്മുടെ ചെക്കനെവിടെ? എവിടെ ചെക്കേ? ചിങ്കിടുവാ. ഇത്ര നേരം ഉറങ്ങിയടാ, ഇത്ര നേരം ഉറങ്ങിയ. ആ ഇഞ്ചിനത് അമ്മ സ്വത്തെവിടെ? സ്വത്തെവിടെ? എവിടെ സ്വത്ത്? ഇതാണ് എന്നെ. ആ എന്താ കാലിന്മേലെ കാല് വെച്ചിട്ട് ചവിട്ടി ചവിട്ടി കൂടുന്നു. ഡാഡ പോയില്ലേ? നോക്കുന്നു. ഗഡുവിനെ അമ്മൻ്റെ അടുത്ത് കൊടുത്തുട്ടാ. അമ്മൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ നിൽക്കണത് വേണ്ട. ഒരാൾ സ്റ്റാർട്ട് ചെയ്താ. ഞാൻ വിചാരിച്ചു ആവശ്യം എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ആവശ്യം കഴിക്കാൻ തുടങ്ങി. കുഴപ്പമില്ല കഴിച്ചോ ഗൈസ്. അപ്പം ഞങ്ങൾ കഴിക്കാനേ അതൊന്നല്ല, വിശപ്പിട്ട് തോന്നുന്നു വാച്ചിക്ക്. വാച്ചിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് എന്താണ് ഇത് വിശപ്പ് കൂടുതൽ. രാവിലെ എത്ര മണിക്ക് കഴിച്ച്? 11 മണിക്കാ? അപ്പം കറക്റ്റായില്ലേ? 3 മണിയായി. വാവിച്ച് ഉറങ്ങി എനിക്കാൻ വൈകിട്ടല്ലേ അവേ? രാത്രി ഉറക്കില്ലാത്തതുകൊണ്ടാണ്. ശരി കഴിച്ചു. എന്ന് വീഡിയോ എടുക്കുന്നോണ്ട് മെല്ലെ കഴിക്കണേ. അപ്പോൾ ഇതാ എൻ്റെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടാ. എന്താണ് സാറെന്താണ്? പിന്നെ ബേബിക്ക് മുട്ടയില്ല, എനിക്ക് മുട്ടയില്ല. അതായത് ഞാൻ മുട്ട കഴിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഞാൻ തടി വെച്ച, അപ്പം ഞാൻ മുട്ട കഴിക്കുന്നതുകൊണ്ട് മുട്ട വാവിച്ചിക്ക് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. മത്തി ഈസ് ദ ബൂസ്റ്റ് ഓഫ് ദ എനർജി ഓഫ് ദ ഇന്ത്യ. അപ്പം മഞ്ഞ എനിക്ക് തരും, പക്ഷെ ശരിക്കും മഞ്ഞയാണ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് തോന്നുന്നല്ലോ അവേ. ഗൈസ് അപ്പോൾ ആവശ്യമിപ്പോൾ കഴിച്ചപ്പോൾ വേഗം പോട്ടാ, ഞാൻ ഇപ്പോൾ കഴിക്കട്ടെ. ഞങ്ങൾ ഏകദേശം കഴിച്ച് ഫിനിഷായിട്ടാ. അല്ലോ അവേ എൻ്റെ ഫിനിഷായി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതാ ചിങ്ങട് ഉറങ്ങി. അതെ ഗൈസ് അപ്പോൾ ഉറങ്ങി എണിച്ചിട്ട് അച്ഛനും മോളും കൂടെ കളിക്കുകയാണ്. ഗൈസ് രണ്ടുപേരും കൂടെ കളിക്കുകയാണ്. ചിങ്കിടൂ സ്വപ്ന ലോകത്താണ്. ഇപ്പൊ എങ്ങനെ വന്ന് കിടക്കണത്? ഇത്ര നേരം അമ്മ ഇവിടെ ഇരുന്നാണ് ഗൈസ്, ഇപ്പൊ ഇവിടെ എണിച്ചിട്ട് ഇരുന്നിരിക്കല്ലമ്മ. സ്ട്രൈറ്റ് ആയി കിടത്തു. നോക്കട്ടെ, അല്ല നോക്കട്ടെ, നമുക്ക് തിരിഞ്ഞു വീണ് നോക്കാലോ. അതാ ചെരിഞ്ഞു. പാലിനാണ്
എന്നാ കൈ പിടിക്കുന്നുണ്ട അതിലിപ്പോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പോടേ കണ്ട ഞാനാണ് പണ്ടാണ് കുട്ടി വേവിന്റെ അടുത്ത് വരുന്നത്. ചോട്ട് മൂടില്ല ബേബി. ദേഷ്യം പേര് നോക്കിയോട്ടപ്പോ നോക്കിയോട്ടെ കൈ മാറ്റുമ്പോ ദേഷ്യം വരുന്നു. കള്ളിയാണ് കള്ളിപ്പെണ്ണേ. ഞാനിപ്പോ എങ്ങനെ കിടത്തിയത് തിരിഞ്ഞിവിടെ എത്തിയില്ലേ ഞാൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങ് പറ നോക്ക് ഹേയ് പോസ് തരാണ്. അപ്പോ തല്ലോ ദേഷ്യം കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? ഗൈസ്, അപ്പോൾ ചിങ്കുടുവിനെ കുളിപ്പിക്കാൻ പോവാണ്. ബേബി ചിങ്കുടുവിനുള്ള സോപ്പാണില്ലേ മുട്ടയാണ് ചലിച്ചു. ഇനി അമ്മ സൈലന്റ് ഇല്ലമ്മ, ഇനി അമ്മ സൈലന്റ് ആയി പറയുക. ചിങ്കുടുവിനെ കുളിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടാ. ഫസ്റ്റ് എണ്ണ തേക്കാണ്. അത് ഞങ്ങൾ ഫുൾ ബാത്തിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചിങ്കുടോ? ആൾക്ക് പിന്നെ കുളിക്കാൻ മടിയൊന്നുമില്ല. കുളിക്കാൻ മടിയൊന്നുമില്ല കേട്ടാ. ഏത് രാത്രിയാണെങ്കിലും ഏത് ഉച്ചയാണെങ്കിലും എന്താണെങ്കിലും തണുപ്പാണെങ്കിലും. അമ്മയും കൂടെ അല്ലേ 2:30 അമ്മ 3 മണിക്കാ നല്ല അപ്പിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴുകാൻ സുഖമായിട്ട് ഇരിക്കണു. കരിയ പുറത്തു പോകുന്ന സുഖമായിട്ടിരിക്കും. ആൾക്ക് വെള്ളവും കാര്യങ്ങളും അതൊന്നും എന്താ പറയാ ഇഷ്ടമില്ലായിരിക്കൊന്നുമില്ല. അതെ, വാശി പിന്നെ ഡെയിലി കുളിക്കുന്ന എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചേച്ചിയുടെ പോളിങ്ങിലാണ് വീഡിയോ മാറ്റിയിരിക്കും. നെറ്റ്സ് കഴിച്ചോണ്ടിരിക്കണം. വെറുതെ കളയപ്പൂപ്പൽ പിടിച്ചു പോയത്. ചിങ്ങടോ കുളിക്കാൻ തുടങ്ങി. ചിങ്ങടോ ആള് സീരിയസ് ഗേളാണ്. ബേബിനെ പോലെയാണ് മാത്രം ചിരിക്കുള്ളൂ ഇല്ല. ആള് കുളിക്കുന്നതിന്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ ചിങ്ങടോ? കുളി കഴിഞ്ഞ ഞങ്ങളാ കുളി കഴിഞ്ഞ ഞങ്ങൾ ചിരിക്കും. ചിങ്ങുവിനെ കുളിപ്പിച്ചിട്ട് വന്നു, അല്ല കുളിപ്പിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേബിക്കാണ് എപ്പോഴും അമ്മ കൊടുക്കുള്ളൂ, ഞാൻ എടുക്കാണ്ടാണ് കേട്ടോ ഗൈസ്. റൂം മൊത്തം അലങ്കോലമാണ്. കുട്ടികളുള്ളവരൊക്കെ ഏകദേശം ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ല, ഞാൻ ബെഡ് എപ്പോഴാണ് കുളമാക്കിയിരിക്കുന്നത്. തള്ളുമ്പോ മെല്ലെ തള്ളു ഗൈസ്. എനിക്കും ചെറിയ കുട്ടിയാവാൻ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നും നോക്കണ്ടല്ലോ. അമ്മ കുളിപ്പിക്കും, ബേബി ഇതുപോലെ തുടച്ചു തരും ഗൈസ്. അപ്പൊ ചിങ്ങുടെ അവിടെ ഉറങ്ങാണ്. ഇത് അവിടെ ഒരാൾ തിരുമ്പാണ് ഗൈസ്. ബേബി എന്താ ബേബി തിരുമ്പണി ഈ സമയത്ത്? ചിങ്കുടിന് കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതല്ലേ? ആ ഡ്രസ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മുമ്പ് തിരുമ്പിയിട്ട് യൂസ് ചെയ്താൽ കുറച്ച് ബെറ്റർ അല്ലേ? ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആള് കരച്ചിൽ, അത് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കരച്ചിൽ കഴിഞ്ഞിട്ട് ആള് പിന്നെ. പക്ഷെ എന്താന്നറിയില്ല, എന്നാ ആൾക്ക് ഇന്നലെയും ഇന്നുമായിട്ട് മൂപ്പർക്ക് തീരെ മൂടില്ല. എന്നിട്ട് ഉറങ്ങിയിട്ടാ. അപ്പോൾ ഫുള്ള് റെഡിയാക്കാൻ കഴിഞ്ഞു. ഡ്രസ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി കൊടുത്തു. പക്ഷെ പുരുക്ക് ഞാനൊന്നും എഴുതി കൊടുത്തില്ല. ആള് ഉറങ്ങിയ പിന്നെ അതിനെ തൊട്ടിക്കത്തിട്ടൊന്നുമില്ല. അപ്പൊ എത്ര തുണികളുണ്ട് ബേബി? ഇത്രയുണ്ടാ തിരുമ്പാ? കുറച്ചുള്ളൂ. ചിങ്കുടിന്റെ ആയതുകൊണ്ട് ചെറുതല്ല, അപ്പൊ വേഗം തിരുമ്പി കഴിയില്ലേ? നമ്മളുടെ ഡേ ഇൻ യുവർ ലൈഫ് ശരിക്കും ഇനിയുണ്ട്. പക്ഷെ എന്തായാലും ചിങ്കുടിന്റെ ഇപ്പൊ ഉറങ്ങി എന്തായാലും കുറച്ച് നേരം ആവും. ഞങ്ങള് ഫുള്ളായിട്ട് എടുക്കാന്നാ വിചാരിച്ചു, പക്ഷേ ഫുള്ളായിട്ട് രാത്രി വരെ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇനിയിപ്പോ ചിങ്ങോട്ട് ഉറങ്ങിയില്ലേ, ഇനി എനിക്കുമ്പോ സമയം. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഏകദേശം എത്ര മണിയാവേ? 7 മണിയാവും. അറിയില്ല, 7 മണിയാവും. അല്ല 6:30. 6-7 മണിയാവും ഗൈസ്. ഇന്ന് അവൾ എങ്ങനെയാന്ന് ചോദിച്ചാല് കുറച്ച് ഉറങ്ങുക എണിക്കുക, കുറച്ച് ഉറങ്ങുക എണിക്കുക, അങ്ങനെയുള്ളൊരു ഇത്. അല്ലെങ്കിൽ
ചില സമയത്തൊക്കെ മാക്സിമം കളിക്കും, എന്നിട്ടേ ഉറങ്ങുള്ളൂ. പക്ഷെ എന്താണെന്നറിയില്ല, രാവിലെ തൊട്ട് ഉറക്കമാണ്. ഇനിയിപ്പോൾ രാത്രി പെട്ടു ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഡൈനിങ് ലൈഫ്. ചില ദിവസങ്ങളിൽ വേറെ വേറെ പോലെ ആയിരിക്കുമല്ലോ, എന്നും സെയിം ആയിരിക്കണം എന്നില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ഡൈനിങ് ലൈഫ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളപ്പോൾ മറന്നിട്ട് ആലോചിക്കുന്നു. അപ്പോൾ ഗൈസ് വീഡിയോയുടെ വേണ്ടി ഗൈസ് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത കാണുന്നതായിരിക്കും. ബൈ.